പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നീ ദിവസം നിനക്ക് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കട്ടെ. ഇന്ന് നീ ചെയ്യാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവായ ഈശോയുടെ ഇടപെടൽ ഉണ്ടായിരിക്കട്ടെ. നിൻ്റെ യാത്രകളിൽ അവിടുന്ന് കാവലായിരിക്കട്ടെ. നിൻ്റെ വരുമാന മേഖലയിലും പഠന വിഷയങ്ങളിലുമെല്ലാം ഉന്നത വിജയവും സമാധാനവും അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ. നിൻ്റെ കുടുംബജീവിതത്തെയും കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണത്താൽ നിറയ്ക്കട്ടെ. റോമ 10:9 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ ഈശോയെക്കുറിച്ച് പറയുന്ന മറ്റൊരു വചനമുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12 ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അന്നും ഇന്നും നമ്മുടെ രക്ഷയ്ക്കായി ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അത് കർത്താവായ ഈശോയുടേതാണ്. ഈശോയെ നിങ്ങൾ എന്ന് പൂർണ്ണമായി സ്നേഹിക്കുന്നുവോ, അവൻ മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്നവനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവോ, അന്ന് നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. കാരണം അത്രമേൽ ഈശോ നമുക്ക് വേണ്ടി വേദനകൾ അനുഭവിച്ചു. അവിടുത്തെ ശരീരത്തിൽ നിന്നും ചിന്തിയ ഓരോ രക്തവും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിരുന്നു. അത്രമേൽ ഈശോ നമ്മളെ സ്നേഹിച്ചിരുന്നു. നിങ്ങൾ എത്ര വലിയ പാപികളാണെങ്കിൽ പോലും ഈ നിമിഷം നിന്റെ പാപത്തെ വെറുത്തുപേക്ഷിച്ച് കണ്ണുനീരോടെ ഈശോയെ എന്നോട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചാൽ ഈ നിമിഷം തന്നെ ഈശോ നിന്നെ ഏറ്റെടുക്കും. നിന്റെ കുടുംബത്തെ ഏറ്റെടുക്കും. നീ ഇപ്പോൾ നേരിടുന്ന നിന്റെ പ്രശ്നങ്ങളെയും ഏറ്റെടുക്കും. നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നതെന്തും അവിടുന്ന് നൽകും. കാരണം അവിടുത്തെ പക്കൽ ഇല്ലാത്തതായി ഒന്നുമില്ല. കണ്ണുകൾ അടച്ച് ഭക്തിയോടെ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ലോകത്ത് ഞാൻ എന്തു തന്നെ നേടിയാലും അങ്ങേ നേടാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് ഞാൻ ഈ നിമിഷം തിരിച്ചറിയുന്നു. പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും അങ്ങയുടെ തിരുനാമത്തെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനും എന്നെ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്കായി അവിടുന്ന് ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവിലേക്ക് ഞങ്ങളെ എത്തിക്കുവാനും നിത്യജീവന് ഞങ്ങളെ അർഹരാക്കാനുമാണല്ലോ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോടൊപ്പം ഉടമ്പടി ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നത്. അമ്മ ഈശോ വഴി നേടിത്തരുന്ന അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും അനേകായിരം മക്കൾ സാക്ഷ്യം പറയുമ്പോൾ എന്നെയും അവിടുത്തെ അത്ഭുതത്തിന് സാക്ഷിയാക്കുവാൻ കൃപ നൽകണമേ. സമയച്ചുരുക്കത്തിൻ്റെ മാതാവായ കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ നിയോഗങ്ങളെ അമ്മ ഏറ്റെടുത്ത് വേഗത്തിൽ സാധിച്ചു തരുവാൻ കനിയണമേ. ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രത്യേക നിയോഗവും പ്രിയപ്പെട്ട സഹോദരരെ, ഈ നിമിഷം നമ്മുടെ നിയോഗങ്ങളെ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളെ കർത്താവായ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ അമ്മ ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ. ഈ പ്രാർത്ഥനയിലായിരുന്ന ഓരോ മക്കളെയും അമ്മ തൊട്ടനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അവരിപ്പോൾ വേദനിക്കുന്ന എന്ത് വിഷയമാണെങ്കിലും അമ്മ ഇന്ന് അവർക്കൊരു പരിഹാരം കാണിച്ചു കൊടുക്കണമേ. പ്രിയപ്പെട്ട സഹോദരരെ, ജീവിതത്തിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും നിങ്ങൾ ജപമാല ചൊല്ലുക. പരിശുദ്ധ അമ്മ നിനക്ക് ആ തടസ്സം മാറ്റുവാനുള്ള വഴി തുറന്നു തരും. ഓരോ ജപമാല ചൊല്ലുമ്പോഴും പരിശുദ്ധ അമ്മ നിന്നിലേക്ക് അടുത്തു വരികയും പെട്ടെന്നുള്ള നിൻ്റെ ഏതാവശ്യത്തിലും നിൻ്റെ അരികിലെത്തുകയും മറ്റപകടങ്ങളിൽ നിന്നും നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുവാനും അതുവഴി ഒരാളെങ്കിലും ഈശോയെക്കുറിച്ച് നിങ്ങൾ വഴി അറിയുവാൻ ഇടയായാൽ തീർച്ചയായും കർത്താവിൻ്റെ പ്രതിഫലത്തിന് നിങ്ങളും അർഹരാകും. മരണം വരെ ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും എന്നെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ,
നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഈശോയോടും അമ്മയോടും നന്ദി പറയുന്നു. നാളത്തെ ഞങ്ങളുടെ ദിവസത്തെ അനുഗ്രഹിക്കുകയും ഞങ്ങൾ ചെയ്യാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അമ്മയുടെയും ഈശോയുടെയും പ്രത്യേക അനുഗ്രഹവും ഉണ്ടായിരിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുനാമത്തിന് എന്നേക്കും മഹത്വവും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്നു. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.